ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ നമ്മുടെ ബേസിക് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഐബ്രോസ് എങ്ങനെയാണ് നമുക്ക് നല്ല ഭംഗിയിൽ തിക്കായിട്ട് എഴുതാം, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ ഐബ്രോസ് എങ്ങനെ എഴുതാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലത് നമുക്ക് ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഐബ്രോ പെൻസിലുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളറിലുള്ളതും ഇത് ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതിരിക്കാൻ ഏറ്റവും നല്ലത് ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഞാൻ ഈ ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് മുൻപ് നമ്മൾ ഐബ്രോ എഴുതണം. എന്നിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക മുകളിലും താഴെ. അതായത് അധികം നമ്മൾ അധികം കട്ടിയിൽ വരയ്ക്കാം, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്നിട്ട് ഇങ്ങോട്ടൊന്ന് വാലിട്ട് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നീട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് നമുക്ക് കിട്ടും. ഈ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതൊന്നൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് ചീവി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐബ്രോസ് എഴുതുന്നത്. അപ്പോൾ അധികം അധികം ഡാർക്കനായിട്ട് ഇരിക്കരുത്, ലൈറ്റായിട്ട് മാത്രം നമ്മൾ ഐബ്രോസ് എഴുതാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു പിള്ളേർക്ക് കണ്ണൊക്കെ എഴുതി പിരികനൊക്കെ എഴുതി കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അധികം ഡാർക്കനാക്കാതെ എഴുതി കഴിഞ്ഞാൽ, അതായത് കുറച്ച് എമൗണ്ട് വെച്ച് മാത്രം നമ്മൾ എഴുതാം. അപ്പം നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഐബ്രോസ് എഴുതുന്നത്. വളരെ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ